യുഎയിലെ ആദ്യ യാത്രാ ട്രെയിനിന് ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞു. യുഎഇ ദേശീയ റെയിൽവേ ശൃംഖലയായ എത്തിഹാദ് റെയിലിന്റെ യാത്രാ ട്രെയിൻ സർവീസ് തുടങ്ങി. ഇന്നലെ ഫുജൈറയിലെ അൽ ഹിലാൽ സിറ്റിയിൽ നിന്ന് അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായ് സിറ്റി സ്റ്റേഷനിലേക്കായിരുന്നു ആദ്യ യാത്ര. പാസഞ്ചർ സർവീസിന്റെ ആദ്യഘട്ടമാണിത്. നിലവിൽ പാസഞ്ചർ സർവീസിന് 13 ട്രെയിനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു വർഷത്തിനുള്ളിൽ സർവീസ് കൂടുതൽ നഗരങ്ങളിലേക്ക് ഘട്ടം ഘട്ടമായി വ്യാപിപ്പിക്കും. ദുബായിലെ ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ്, ഷാർജയിലെ അൽ ദെയ്ദ്, അബുദാബിയിലെ അൽ ദഫ്ര എന്നിവിടങ്ങളിൽ ഇക്കൊല്ലവും ഷാർജയിലെ യൂണിവേഴ്സിറ്റി സിറ്റിയിൽ അടുത്ത വർഷം ആദ്യവും സ്റ്റേഷനുകൾ തുറക്കും. 2009 സ്ഥാപിതമായ എത്തിഹാദ് റെയിലിന് ചരക്ക് സർവീസുകളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. നിലവിൽ 900 കിലോമീറ്ററിലാണ് എത്തിഹാദ് റെയിലിന്റെ മൊത്തം ശൃംഖല. 7 എമിറേറ്റുകളെയും ബന്ധിപ്പിച്ച് 1200 കിലോമീറ്ററായി ഉയർത്തും. അബുദാബിക്കും ദുബായ്ക്കുമിടയിൽ 150 കിലോമീറ്റർ നീളത്തിലെ ഹൈസ്പീഡ് ലൈനും ഇതിൽപ്പെടുന്നു. 30 മിനിറ്റ് കൊണ്ട് ഇരു നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ലൈൻ 2030ഓടെ പ്രവർത്തനക്ഷമമാക്കാനാണ് ശ്രമം. ബുക്കിംഗ് ആരംഭിച്ചത് മുതൽ വൻ തിരക്കായിരുന്നു. സർവീസ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ 10,000-ലേറെ ടിക്കറ്റുകൾ വിറ്റുതീർന്നിരുന്നു. ഇന്നലെ 6 സർവീസുകൾ ഉണ്ടായിരുന്നു. 3 അബുദാബിയിൽ നിന്ന് ഫുജൈറയിലേക്ക്, 3 തിരിച്ചും. സുരക്ഷിതവും സുഖകരവുമായ യാത്രാനുഭവമാണ് ഇത്തിഹാദ് വാഗ്ദാനം ചെയ്യുന്നതെന്നും വൈഫൈ, സീറ്റുകളിൽ തന്നെ ചാർജിംഗ് പോയിന്റുകൾ, ലഗേജ് സൗകര്യം എന്നിവയും പ്രീമിയം ക്ലാസ് സേവനങ്ങളും ലഭ്യമാണെന്നും ഇത്തിഹാദ് റെയിൽ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറിയിച്ചു. യാത്രക്കാർക്ക് സ്റ്റേഷനുകളിൽ നിന്ന് തുടർ യാത്രയൊരുക്കാൻ അബുദാബി മൊബിലിറ്റിയുമായി സഹകരിച്ച് ഷട്ടിൽ ബസ്, ടാക്സി സർവീസുകൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. ഇത്തിഹാദ് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകുമെന്ന് ഇത്തിഹാദ് റെയിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അറിയിച്ചു. നിറയെ മലകൾ, അതിനിടയിലൂടെ പതിയെ ഉദിച്ചുയരുന്ന സൂര്യൻ. ഇത്തിഹാദ് ട്രെയിൻ യാത്രയിലെ കാഴ്ചകൾ വിവരണാതീതമാണ്. മലകളും മരുഭൂമികളും കെട്ടിടങ്ങളും പിന്നിട്ട് നഗരത്തിലേക്കൊരു മനോഹര യാത്ര. സമയത്തിന് പ്രാധാന്യം നൽകുന്ന നാട്. അതിവേഗം സുരക്ഷിതമായി എത്താൻ സാങ്കേതിക മികവോടെ ഒരുക്കിയ സമ്മാനമാണ് ഇത്തിഹാദ് ട്രെയിൻ. വിനോദസഞ്ചാരം, കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ, ബിസിനസ് എല്ലാം ഇനി മണിക്കൂറുകളുടെ അകലത്തിൽ. യാത്രക്കാരെ ഹീറോയാക്കുകയാണ് ഇത്തിഹാദ് റെയിൽ. രാവിലെ 8:15 അബുദാബിയിൽ നിന്ന് ഫുജൈറയിലേക്കുള്ള ആദ്യ ട്രെയിൻ യാത്രയും വൈകിട്ട് ഫുജൈറയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള യാത്രയും പുതിയ ഊർജ്ജം തരുന്നതായിരുന്നു. മികച്ച സേവനം നൽകുന്ന ട്രെയിൻ യുഎഇയിലെ യാത്രക്കാർക്കേറെ പ്രയോജനകരമാണെന്നും യാത്രക്കാർ പ്രതികരിച്ചു. ചരിത്ര മുഹൂർത്തത്തിന്റെ ഭാഗമായതിൽ അഭിമാനിക്കുന്നു. അബുദാബിയിലും ഫുജൈറയിലും എത്തിയ യാത്രക്കാരെ പരമ്പരാഗത രീതിയിൽ ഗഹുവയും ഈന്തപ്പഴവും ചോക്ലേറ്റും നൽകിയാണ് വരവേറ്റത്. സ്റ്റേഷനുകളിൽ ഐസ്ക്രീമും പോപ്കോണും സാൻഡ്വിച്ചും കാപ്പിയും ചായയുമെല്ലാമായി വലിയ ആഘോഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രക്കാരെ സ്വാഗതം ചെയ്തും സെൽഫിക്ക് പോസ് ചെയ്തും 2 റോബോട്ടുകൾ അബുദാബി മുഹമ്മദ് ബിൻ സായ് സിറ്റിയിൽ സന്ദർശകരുടെ മനം കവർന്നു. ആരെങ്കിലും അഭിമുഖമായി ചെന്നാൽ സ്വാഗതം ചെയ്യും. ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പിറകിൽ ചെന്ന് നിന്നാൽ എവിടെ നിന്നാലാണ് മികച്ച ഫോട്ടോ കിട്ടുകയെന്ന് നിർദ്ദേശിക്കും. ഒരു ഫോട്ടോ എടുത്താൽ വെയിറ്റ് ചെയ്യൂ, വേറെ ആംഗിളിൽ മറ്റൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് 3 തവണ അവസരം നൽകും. യാത്രക്കിടയിൽ മറന്നുവെച്ച ബാഗ് പോലും അധികൃതർ കണ്ടെത്തി തിരികെ നൽകിയപ്പോൾ സേവനത്തിന്റെ കാര്യത്തിലും ഈ റെയിൽ മാതൃകയാണെന്ന് യാത്രക്കാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. രാജ്യത്തെ നഗരങ്ങളെയും ജനങ്ങളെയും ഇത്രയധികം അടുപ്പിക്കുന്ന ഗതാഗത മാർഗം ആദ്യമായാണെന്ന് യാത്രക്കാർ പറയുന്നു. ദുബായ് മെട്രോയും ട്രാമും ഒപ്പം ഇത്തിഹാദ് റെയിലും എത്തുന്നതോടെ രാജ്യത്തെ യാത്രാനുഭവം പുതിയ തലത്തിലേക്ക് ഉയരുകയാണ്. ടിക്കറ്റ് എടുത്ത ആ ചരിത്രയാത്രയുടെ ഭാഗമാകാനുള്ള തിരക്കിലാണ് യുഎയിലെ സ്വദേശികളും വിദേശികളും. ദേശീയ പതാകയുടെ നിറത്തിലുള്ള ഷോളും അണിഞ്ഞാണ് പലരും യാത്രയ്ക്കെത്തിയത്. കസവ് സാരിയെടുത്ത് ആദ്യ ട്രെയിനിൽ ഫുജൈറയിൽ നിന്ന് അബുദാബിയിലെത്തിയ മലയാളി വനിത കേരളത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. യുഎയിൽ ചരിത്രം കുറിച്ച് ഇത്തിഹാദ് റെയിൽ ഓട്ടം തുടരുമ്പോൾ പ്രവാസികൾക്ക് അഭിമാനമായ 5 മലയാളികൾ രംഗത്തുണ്ട്. ഇത്തിഹാദ് റെയിലിന്റെ ഓപ്പറേഷൻസ് ടീം ലീഡറും ട്രെയിൻ ഡ്രൈവേഴ്സ് ലൈൻ മാനേജറുമായ ആലപ്പുഴ സ്വദേശി നിഷാദാണ് ഈ സംഘത്തെ നയിച്ചത്. കൂടാതെ ട്രെയിൻ ക്യാപ്റ്റന്മാരായി കൊച്ചി സ്വദേശി നോവിൻ ജോർജ്, കണ്ണൂർ സ്വദേശി മുഹമ്മദ് സാജിദ്, ട്രെയിൻ മാസ്റ്റർമാരായ പാലക്കാട് സ്വദേശി രഞ്ജി രവി, മലപ്പുറം സ്വദേശി ആദിൽ മുഹമ്മദ് എന്നീ മലയാളികളും സ്വപ്ന പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് കാവലാളായുണ്ട്. കഠിനാധ്വാനത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും കഥയാണ് നിഷാദിന്റേതെങ്കിൽ പുതുമുഖങ്ങളായി എത്തി പരിശീലനത്തിലൂടെ മികവ് തെളിയിച്ചാണ് മറ്റു 4 പേരും ഇത്തിഹാദ് റെയിലിന്റെ ഭാഗമായത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.